ജല്ലിക്കെട്ടിനായുള്ള ബിൽ തമിഴ്നാട് നിയമസഭ പാസാക്കിയ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ നടന്നുവന്ന ജല്ലിക്കെട്ട് സമരം പിൻവലിച്ചു. ചെന്നൈ മറീന ബീച്ച് അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നും സമരാനുകൂലികൾ പിരിഞ്ഞു പോകുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദിവസങ്ങളായി നടന്നുവന്ന പ്രക്ഷോഭങ്ങൾ പിൻവലിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് ചേർന്ന പ്രത്യേക നിയമസഭാ സമ്മേളനം ജല്ലിക്കെട്ടിനായി നിയമം പാസാക്കിയതോടെയാണ് ഒരാഴ്ച നീണ്ട സമരം അവസാനിപ്പിക്കാൻ സമരസമിതി തയ്യാറായത്. മുഖ്യമന്ത്രി പനീർശെൽവം അവതരിപ്പിച്ച ബിൽ നിയമസഭ ഏകകണ്ഠമായി പാസാക്കുകയായിരുന്നു. സർക്കാരിന്റെ അനുമതിയോടെ തമിഴ്നാട്ടിൽ എവിടെയും ജല്ലിക്കെട്ട് നടത്താൻ വ്യവസ്ഥ ചെയ്യുന്നതാണ് ബിൽ. ഇതിനായി മൃഗങ്ങൾക്കെതിരെയുള്ള ക്രൂരത തടയുന്ന കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വരുത്തിയാണ് തമിഴ്നാട് നിയമം പാസാക്കിയത്. പട്ടികയിൽ നിന്ന് ജല്ലിക്കെട്ടിനായുള്ള മൃഗങ്ങളെ ഒഴിവാക്കുന്നതാണ് തമിഴ്നാടിന്റെ നിയമം. ഓർഡിനൻസിന് പകരം സ്ഥിരം നിയമം വേണമെന്ന ആവശ്യത്തിൽ സമരക്കാർ ഉറച്ചുനിന്നതോടെയാണ് തമിഴ്നാട് സർക്കാർ നിയമത്തിൽ ഭേദഗതി വരുത്തി ബിൽ പാസാക്കിയത്. ഇതോടെ മറീന ബീച്ചിൽ നിന്ന് സമരക്കാർ പിരിഞ്ഞുപോവുകയായിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം നടന്ന ജല്ലിക്കെട്ടിനിടെ പരിക്കേറ്റ ഒരാൾ കൂടി ഇന്ന് മരണമടഞ്ഞു. സമരം അവസാനിച്ചെങ്കിലും സർക്കാർ നീക്കത്തിനെതിരെ മൃഗസ്നേഹികൾ വീണ്ടും സുപ്രീംകോടതിയെ സമീപിക്കാനാണ് സാധ്യത. ന്യൂസ് ഡെസ്ക്. കേരളത്തിനുള്ള റേഷൻ വിഹിതം വെട്ടിക്കുറച്ചതിന് കാരണം ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പാക്കിയതിലെ അപാകത മൂലമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇക്കാര്യത്തിൽ മുൻ കേന്ദ്ര ഭക്ഷ്യമന്ത്രി കെ.വി. തോമസിനും UDF സർക്കാരിനും വീഴ്ച പറ്റിയെന്നും പിണറായി വിജയൻ പറഞ്ഞു. ധാന്യവിഹിതം പുനഃസ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉറപ്പു നൽകി. കേരളത്തിന് എയിംസ് പ്രഖ്യാപിക്കുന്ന കാര്യം ഈ ബജറ്റിൽ പരിഗണിക്കണമെന്നും കേന്ദ്ര സർക്കാരിനോട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടു. 2013 ഭക്ഷ്യഭദ്രതാ നിയമം നിലവിൽ വന്നതോടെയാണ് സംസ്ഥാനത്തിനുള്ള അരിവിഹിതം കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചത്. 16 ലക്ഷം മെട്രിക് ടൺ അരി കിട്ടിയിടത്ത് ഇപ്പോൾ നൽകുന്നത് 14 ലക്ഷം മെട്രിക് ടൺ അരി മാത്രമാണ്. ഇതോടെ പ്രതിസന്ധിയിലായ റേഷൻ വിഹിതം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. 20 മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസ്ഥാനത്തിനുള്ള ധാന്യവിഹിതത്തിലെ കുറവ് ഉടൻ പരിഹരിക്കുമെന്ന ഉറപ്പ് നൽകിയതായി മുഖ്യമന്ത്രി വ്യക്തമാക്കി. വെട്ടിക്കുറച്ച റേഷൻ വിഹിതം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യമാണ് പ്രധാനമന്ത്രിയുടെ മുന്നിൽ നമ്മൾ ഉന്നയിച്ചത്. ഈ ആവശ്യം പരിഗണിക്കാമെന്ന ഉറപ്പ് പ്രധാനമന്ത്രി നൽകിയിട്ടുണ്ട്. അതേസമയം സംസ്ഥാനത്തിനുള്ള റേഷൻ വിഹിതം വെട്ടിക്കുറയ്ക്കാൻ കാരണം ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പാക്കിയതിലെ അപാകത മൂലമാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇക്കാര്യത്തിൽ മുൻ കേന്ദ്ര ഭക്ഷ്യമന്ത്രി കെ.വി. തോമസിനും UDF സർക്കാരിനും വൻ വീഴ്ച പറ്റിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരളത്തിന്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ അന്ന് അധികാരത്തിലുണ്ടായിരുന്ന UDF ഗവൺമെന്റ്, സംസ്ഥാനത്ത് അധികാരത്തിൽ, കേന്ദ്രത്തിൽ UPA ഗവൺമെന്റ്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന് മുന്നിൽ ശരിയായ രൂപത്തിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കേരളത്തിന് എയിംസിനുള്ള സ്ഥലം നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതാണ്. ഇതിനുള്ള തുടർ പ്രഖ്യാപനങ്ങളും ഈ ബജറ്റിൽ ഉണ്ടാകണമെന്ന് കേന്ദ്ര സർക്കാരിനോട് സംസ്ഥാനം ആവശ്യപ്പെട്ടു. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. കണ്ണൂരിലെ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സർവകക്ഷി യോഗം വീണ്ടും വിളിക്കാൻ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിലെ ക്രമസമാധാന പ്രശ്നങ്ങളിൽ കേന്ദ്രം ഇടപെടുമെന്ന BJP പ്രസ്താവനയെ മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞു. ഭീഷണി ഏശാത്തവരോട് അത് പറയേണ്ടെന്നും മുഖ്യമന്ത്രി BJPയെ ഓർമ്മിപ്പിച്ചു. RSS ആക്രമണത്തിൽ പ്രചരണം നടത്തുന്നു എന്ന് പറയുമ്പോൾ RSS ആദ്യം വേണ്ടത് ആക്രമണത്തിൽ നിന്ന് പിന്തിരിയാൻ തയ്യാറാകലാണ്. സംസ്ഥാന ഗവൺമെന്റ് ഏതു തരത്തിലുള്ള ആക്രമണത്തെയും പ്രോത്സാഹിപ്പിക്കാൻ സമീപനം സ്വീകരിക്കില്ല. ഈ സാഹചര്യത്തിൽ പ്രത്യേകമായി തന്നെ ഒന്നുകൂടി യോഗം വിളിക്കാൻ ആലോചിക്കുന്നുമുണ്ട്. കണ്ണൂർ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്രം ഇടപെടുമെന്ന BJP പ്രസ്താവനയോട് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെ: ഭീഷണി ഏശുന്നവരെടുത്ത് അത് ലേശം ഫലം ചെയ്യും. ഇത് അതൊന്നും മറ്റാളുകളെടുത്ത് പ്രയോഗിച്ചിട്ട് കാര്യമില്ല. ഭീഷണി ഏശാത്തവരെടുത്ത് പ്രയോഗിച്ചിട്ട് കാര്യമില്ല. പിന്നെ കാലം മാറിയല്ലോ. 59 അവിടുത്തെ ഗവൺമെന്റിനെ പിരിച്ചുവിട്ടതാണല്ലോ. അതിനുശേഷം രാജ്യത്ത് എന്തെല്ലാം മാറ്റങ്ങൾ വന്നു. ഇതൊന്നും മനസ്സിലാക്കാതെയുള്ള ഒരു പ്രതികരണമായിട്ട് മാത്രമേ അതിനെ കണക്കാക്കേണ്ടതുള്ളൂ. കണ്ണൂർ സംഘർഷത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഉയർത്തിയ വിമർശനത്തെ മുഖ്യമന്ത്രി ഇങ്ങനെ വിലയിരുത്തി: അത് അക്രമ സംഭവത്തെ വിലയിരുത്തുന്നതാണല്ലോ. അതൊരു കേസിനകത്ത് പ്രതികളായി വരുന്നവരെ കണ്ടുകൊണ്ടുള്ളൊരു വിലയിരുത്തലായിരിക്കും അത്. പോലീസ് മടലുകൾക്ക് കൃത്യസമയത്ത് തന്നെ കേരളം പേരുകൾ കൈമാറി. ഇക്കാര്യത്തിൽ സംസ്ഥാനത്തിന് വീഴ്ച വന്നുവെന്ന വാർത്ത ശരിയല്ല. കേന്ദ്രത്തിനാണ് വീഴ്ച പറ്റിയതെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, ദില്ലി.
കൽക്കരി അഴിമതി കേസിൽ മുൻ CBI ഡയറക്ടർ രഞ്ജിത്ത് സിൻഹയ്ക്കെതിരെ അന്വേഷണത്തിന് സുപ്രീം കോടതി ഉത്തരവ്. കേസന്വേഷണത്തിൽ സിൻഹ അധികാര ദുർവിനിയോഗം നടത്തിയെന്ന ആരോപണത്തിലാണ് അന്വേഷണം. സിൻഹ കേസിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചതായി പ്രഥമദൃഷ്ട്യാ തെളിഞ്ഞതായുള്ള പ്രത്യേക സമിതിയുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് സുപ്രീം കോടതിയുടെ നടപടി. ജസ്റ്റിസ് MB ലോകൂർ അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. കഴിഞ്ഞ ജൂലൈ 12-നാണ് മുൻ CBI ഉദ്യോഗസ്ഥനായ ML ശർമ്മ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ കോടതിക്ക് കൈമാറിയിരുന്നത്. രാജ്യത്തെ അഭിഭാഷകരിൽ പകുതിയും വ്യാജന്മാരെന്ന് ബാർ കൗൺസിൽ മേധാവി മരൺകുമാർ മിശ്ര. കോടതിയിലെത്തുന്നവരുടെ യോഗ്യത പരിശോധിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരം അഭിഭാഷകരുടെ കൈവശമുള്ളത് വ്യാജ സർട്ടിഫിക്കറ്റുകളാണെന്നും അദ്ദേഹം പറഞ്ഞു. വ്യാജ അഭിഭാഷകരുടെ എണ്ണം പെരുകുന്നുവെന്ന വിവരങ്ങൾ പുറത്തുവന്നതിനെ തുടർന്നാണ് ബാർ കൗൺസിൽ തന്നെ പരിശോധനകൾ ആരംഭിച്ചത്. 2 വർഷത്തിലധികമായ പരിശോധനകൾക്കൊടുവിലാണ് രാജ്യത്തെയാകെ ഞെട്ടിക്കുന്ന വാർത്ത പുറത്തുവന്നിരിക്കുന്നത്. നിലവിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകരിൽ 45% പേർ വ്യാജന്മാരാണെന്നാണ് ബാർ കൗൺസിലിന്റെ കണ്ടെത്തൽ. 2012 കണക്കനുസരിച്ച് രാജ്യത്തെ വിവിധ ബാർ കൗൺസിലുകൾക്ക് കീഴിലായി 14 ലക്ഷം അഭിഭാഷകരാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ബാർ കൗൺസിൽ പരിശോധന ആരംഭിച്ചതിനു ശേഷം രജിസ്റ്റർ ചെയ്ത അഭിഭാഷകരുടെ എണ്ണം 6.5 ലക്ഷമായി കുറഞ്ഞു. വ്യാജ നിയമബിരുദമുള്ളവരും ഒരു ബിരുദം പോലും ഇല്ലാത്തവരും അഭിഭാഷകരായി പ്രാക്ടീസ് ചെയ്യുന്നുവെന്നും ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ചെയർമാൻ മനൻകുമാർ മിശ്ര വ്യക്തമാക്കി. പല വ്യാജന്മാരും കോടതികളിലെ സജീവ അഭിഭാഷകരാണെന്നും ബാർ കൗൺസിൽ ചെയർമാൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇത്തരം വ്യാജന്മാരെ കണ്ടെത്താൻ ശക്തമായ നടപടികൾ തന്നെ ബാർ കൗൺസിൽ ആരംഭിച്ചു. കീഴ്ക്കോടതി തലം മുതൽ സൂക്ഷ്മ പരിശോധനകൾ നടത്താൻ ബാർ കൗൺസിൽ തീരുമാനവുമെടുത്തു. നിയമബിരുദം ലഭിച്ച് അഭിഭാഷക വൃത്തിയിലേക്ക് കടന്നുവരുന്നവർക്ക് പരിശീലനം നൽകുന്നതിനുള്ള പദ്ധതികൾക്കും കൗൺസിൽ രൂപം നൽകിയിട്ടുണ്ട്. വ്യാജ അഭിഭാഷകരുടെ എണ്ണപ്പെരുക്കം നിയമ സംവിധാനത്തിന്റെ വിശ്വാസ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ന്യൂസ് ഡെസ്ക്. തിരുവനന്തപുരം ലോ അക്കാദമി പ്രിൻസിപ്പൽ ലക്ഷ്മി നായർക്കെതിരെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. അക്കാദമിയിലെ വിദ്യാർത്ഥികളുടെ പരാതിയിലാണ് കമ്മീഷൻ സ്വമേധയാ കേസെടുത്തത്. അക്കാദമിയിലെ സമരം സംബന്ധിച്ച് ലക്ഷ്മി നായരോടും ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയോടും കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സൺ P. മോഹൻദാസ് വിശദീകരണവും ആവശ്യപ്പെട്ടു. അക്കാദമിയിൽ പിന്നാക്ക വിഭാഗക്കാരായ വിദ്യാർത്ഥികളെ ജാതിപ്പേര് വിളിക്കുന്നു, ഇന്റേണൽ അസസ്മെന്റിന്റെ പേരിൽ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുന്നു തുടങ്ങിയ നിരവധി പരാതികളാണ് തങ്ങൾക്ക് ലഭിച്ചതെന്ന് കമ്മീഷൻ അറിയിച്ചു. സമരം ആരംഭിച്ചിട്ട് 2 ആഴ്ചയായിട്ടും പ്രശ്നപരിഹാരമുണ്ടാകാത്തത് കോളേജ് അധികൃതരുടെ പിടിവാശി കാരണമാണെന്നും കമ്മീഷൻ വിലയിരുത്തി. ലോ അക്കാദമിയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്കിടെ കേരള സർവകലാശാലയുടെ ഉപസമിതി കോളേജിലെത്തി തെളിവെടുപ്പ് നടത്തി. നിഷ്പക്ഷവും നീതിപൂർവവുമായ തെളിവെടുപ്പ് നടത്തുമെന്നും വിദ്യാർത്ഥികൾക്ക് ഇമെയിലിലൂടെ സർവകലാശാലയെ പരാതികൾ അറിയിക്കാമെന്നും സിൻഡിക്കേറ്റ് അംഗങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ പ്രിൻസിപ്പലിനെ മാറ്റി നിർത്തി ഒരു ഒത്തുതീർപ്പിനും തയ്യാറല്ലെന്ന നിലപാടാണ് ലോ അക്കാദമി ഡയറക്ടർ നാരായണൻ നായർ എടുത്തത്. ലോ അക്കാദമി ലോ കോളേജിലെ വിദ്യാർത്ഥി സമരം രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് ഉപസമിതി കോളേജിലെത്തി തെളിവെടുപ്പ് ആരംഭിച്ചത്. അഫിലിയേഷൻ കമ്മിറ്റിയുടെ കൺവീനർ ഡോക്ടർ P. രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള 8-അംഗ സംഘമാണ് തെളിവെടുക്കാനെത്തിയത്. സമരത്തിനെത്തിയ വിദ്യാർത്ഥികൾ കോളേജിലെ വിവിധ പ്രശ്നങ്ങൾ സമിതി അംഗങ്ങൾക്ക് മുമ്പാകെ നിരത്തി. പരാതി നൽകാൻ നേരിൽ കഴിയാത്തവർക്ക് ഇമെയിൽ മുഖാന്തരം പരാതി നൽകാമെന്നും നിഷ്പക്ഷവും നീതിപൂർവവുമായി തെളിവെടുപ്പ് നടത്തുമെന്നും സിൻഡിക്കേറ്റ് അംഗം KH ബാബുജാൻ പറഞ്ഞു. വിദ്യാർത്ഥികളുടെ പരാതികൾ കേട്ടിട്ട് ആ പരാതികളിൽ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം നേരിട്ട് മനസ്സിലാക്കുക എന്നുള്ള എല്ലാ കാര്യങ്ങളും നേരിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഞങ്ങളിത് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് മുമ്പ് എപ്പോൾ എങ്ങനെ വരുന്ന പരാതികളെ ഞങ്ങൾക്ക് സ്വീകരിക്കാം. നേരിട്ട് വരുന്നത് ഫിസിക്കലി കുട്ടികൾ ഒരുപാട് പേര് തന്നതുകൊണ്ട് നേരിട്ട് അവരെ കേൾക്കാൻ വരുന്നു എന്നുള്ളതാണ്. പ്രിൻസിപ്പൽ ലക്ഷ്മി നായരെ മാറ്റിക്കൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പും സാധ്യമല്ലെന്ന് കോളേജ് ഡയറക്ടറായ കുലിയക്കോട് നാരായണൻ നായർ മാധ്യമങ്ങളോട് പറഞ്ഞു. വിദ്യാർത്ഥികൾ ചർച്ചയ്ക്ക് തയ്യാറാവുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ചർച്ചയ്ക്ക് 2 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. രാജിവെച്ചെങ്ങനെ വരുള്ളതെന്ന് പറഞ്ഞ് അവിടെ എത്തിയാനാ. പ്രിൻസിപ്പലിനെ മാറ്റണമെന്നാണ് ഒരു പ്രധാന ആവശ്യം. പ്രിൻസിപ്പലിനെ മാറ്റം ഈ രാജ്യത്ത് എവിടെയെങ്കിലും ഒരു പ്രിൻസിപ്പലിനെ മാറ്റാനായിട്ട് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ കൂടെ മാറ്റിയിട്ടാ. പിന്നെ കരുതി കുട്ടികളുള്ള പിന്നീട് കൊണ്ടുവന്നല്ലേ ഇതൊക്കെ. ഇതൊന്നുമില്ലായിരുന്നല്ലോ മുമ്പേ. മാനേജ്മെന്റും വിദ്യാർത്ഥികളും നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതിനിടെയാണ് ഉപസമിതി തെളിവെടുക്കാൻ കോളേജിലെത്തിയത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരപന്തലിലെത്തി. എല്ലാ വിദ്യാർത്ഥി സംഘടനകളുടെയും സമരപന്തൽ അദ്ദേഹം സന്ദർശിച്ചു. കോളേജിന് സംരക്ഷണം നൽകണമെന്ന ഹൈക്കോടതി വിധി ഉള്ളതിനാൽ കനത്ത പോലീസ് കാവൽ കോളേജിന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സമരം കൂടുതൽ ശക്തമാക്കാനാണ് വിദ്യാർത്ഥികളുടെയും തീരുമാനം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സ്വാശ്രയ മാനേജ്മെന്റിനെതിരെ AK ആന്റണി. ചില സ്വാശ്രയ മാനേജ്മെന്റുകൾ പിടിച്ചുപറി നടത്തുന്നുവെന്നും സ്വാശ്രയ എയ്ഡഡ് മേഖല വിജിലൻസ് നിരീക്ഷിക്കണമെന്നും AK ആന്റണി കൊച്ചിയിൽ ആവശ്യപ്പെട്ടു. പ്രവർത്തിക്കുന്ന കാലഘട്ടത്തേക്കാൾ ഇന്ന് വിദ്യാഭ്യാസ രംഗം തകർച്ചയില്ല. തനി കച്ചവട മേഖലയായി മാറിക്കഴിഞ്ഞിരിക്കുക. തനി കച്ചവടം. സ്വാശ്രയ മേഖലയായാലും കൊള്ളാം,
എയ്ഡഡ് മേഖലയായാലും കൊള്ളാം, അഴിമതിയുടെ കൂത്തരങ്ങായിട്ട് മാറിയിരിക്കുകയാണ്. വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ അഴിമതി വിരുദ്ധ പ്രവർത്തനം ആരംഭിക്കേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസ. കൊച്ചി മെട്രോ ആദ്യഘട്ടം മാർച്ചിൽ കമ്മീഷൻ ചെയ്യും. ആലുവ മുതൽ പാലാരിവട്ടം വരെ ആണ് മാർച്ച് അവസാനത്തോടെ കമ്മീഷൻ ചെയ്യുക. DMRC മുഖ്യ ഉപദേഷ്ടാവ് E. ശ്രീധരൻ ട്രാക്ക് പരിശോധന നടത്തി. നിർമ്മാണ പുരോഗതിയിൽ അദ്ദേഹം സംതൃപ്തിയും രേഖപ്പെടുത്തി. ആലുവ മുതൽ പാലാരിവട്ടം വരെ 14 കിലോമീറ്ററാണ് മെട്രോ ആദ്യഘട്ടത്തിൽ സർവീസ് നടത്തുക. ഇവയ്ക്കിടയിലുള്ള 12 സ്റ്റേഷനുകളുടെയും നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. 3 കോച്ചുകളുള്ള 9 ട്രെയിനുകളാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക. 20 മിനിറ്റ് കൊണ്ട് ആലുവയിൽ നിന്നും പാലാരിവട്ടത്ത് എത്താൻ കഴിയുന്ന തരത്തിലാണ് മെട്രോ ഓടുക. സർവീസിന് മുന്നോടിയായുള്ള ട്രയൽ റൺ മാസങ്ങൾക്ക് മുൻപ് തന്നെ തുടങ്ങിയിരുന്നു. ഇതിനിടെ ആദ്യഘട്ട സുരക്ഷാ പരിശോധനയും നടന്നിരുന്നു. മാർച്ചിൽ സർവീസിന് തയ്യാറാകുന്ന 9 ട്രെയിനുകളും 2000 കിലോമീറ്റർ ദൂരം ട്രയൽ റൺ പൂർത്തിയാക്കണമെന്നതാണ് ചട്ടം. മാർച്ച് അവസാനത്തോടെ ട്രയൽ റണ്ണുകളും സുരക്ഷാ പരിശോധനകളും പൂർത്തിയാക്കി ആദ്യഘട്ടം കമ്മീഷൻ ചെയ്യാനാവുമെന്നാണ് DMRC പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നത്. രണ്ടാം ഘട്ടത്തിൽ മഹാരാജാസ് കോളേജ് വരെയും പിന്നീട് പേട്ട വരെയും മെട്രോ സർവീസ് നടത്തും. മെട്രോ പൂർണ്ണ സജ്ജമാകുന്നതോടെ 25.612 കിലോമീറ്ററിൽ 5 മിനിറ്റ് ഇടവേളകളിൽ സർവീസ് നടത്താനായി 25 ട്രെയിനുകൾ കൊച്ചിയിലെത്തും. ന്യൂസ് ബ്യൂറോ, കൊച്ചി.